യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. രക്ഷകനെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. രാജാതിരാജവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താതി കർത്തവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഏകനായിരുന്നു മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം. ആലോചനയെ വലിയവനായിരിക്കുന്ന ദൈവമേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഓരോ ദിവസവും ഓരോ നിമിഷവും അതിശയകരമായിട്ട് അത്ഭുതകരമായിട്ട് ദൈവം നമ്മെ കാത്തു പരിപാലിക്കുന്ന, തന്റെ ഉള്ളം കരത്തിൽ വരച്ച് നമ്മെ കാത്തു പരിപാലിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഇപ്പോൾ കാലം നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. ലൈവച്ചിരുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കൈവിട്ട് കളയാത്ത, ഉപേക്ഷിച്ച് കളയാത്ത അരുമരക്ഷ നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മെ ഒരു നാൾ കൈവിട്ട് കളയുകയല്ല. ഉറപ്പോടും ധൈര്യത്തോടും ആയിരിക്കാം ഇപ്പോൾ കാലം നാം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം, ദൈവത്തിന്റെ വലിയ കൃപയും ദൈവപ്രവൃത്തിയും നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാം സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. അതിനായി നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. തിരുവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ശത്രു നിന്റെ മുമ്പേ വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ അതിന്റെ മുമ്പിൽ പതറാതെ നിന്ന സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നമ്മെ വിടുവിക്കും. സ്തോത്രം. ഹല്ലേലൂയ. വെല്ലുവിളികളെ കണ്ട് നാം പതറിപ്പോകരുത്. വെല്ലുവിളികൾ ഉയരുമ്പോൾ, സ്തോത്രം, പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുമ്പോൾ നാം എടുക്കുന്ന തീരുമാനത്തിനകത്ത, സ്തോത്രം, ദൈവത്തിന്റെ കരം വെളിപ്പെടുന്ന. സ്തോത്രം. ഇന്ന് ചിലപ്പോൾ ചില പ്രതിസന്ധിയുടെ നടുവിലായിരിക്കും നിൽക്കുന്നത്. ചില വെല്ലുവിളികൾ നാല് സൈഡിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കും. പക്ഷേ അതിനകത്ത് ദൈവപ്പൈതലെ നീ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, യഹോവയെ ദൈവം എന്റെ ബലവും സങ്കേതവുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയായി തീർന്ന ഈ പകൽക്കാലം അസാധാരണമായ ചില ദൈവിക വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിന്റെ ഒടുവിലത്തിൽ ഭാഗ്യത്തിൽ ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നെബൂഖദ്നേസർ രാജാവിനോട് എബ്രായർ ബാലന്മാർ പറയുന്ന ഒരു വാക്കാണ്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദൈവൻ ആർ. സ്തോത്രം. അതിന്റെ 15-ാം വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ കാഹളം, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം മുതലായ സകലവിധ വാദ്യങ്ങളും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്ന നന്ന് നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികയെ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളെ ഇട്ടുകളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദൈവനാർ. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അവിടെ ഒരു വെല്ലുവിളി എബ്രായർ ബാലന്മാരുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അതിന്റെ നടുവിൽ അവർ തളർന്നു പോകാതെ, അവർ ക്ഷീണിച്ചു പോകാതെ, അവർ പതറിപ്പോകാതെ, അവർ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവർ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അനന്തര ഫലങ്ങളെ അവഗണിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ എന്ത് അവരുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും എന്നതിനെ അവർ നോക്കാതെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തെ ആശ്രയിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്ത എബ്രായർ ബാലന്മാരെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ ചില വെല്ലുവിളികൾ കടന്നു വരാം, ചില പ്രതികൂലങ്ങൾ കടന്നു വരാം. പക്ഷേ അതിന്റെ അനുഭവത്തിലേക്ക് നാം പോകാതെ നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായ നിശ്ചയമായി ദൈവത്തിന്റെ വിടുതല് നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതെ, 3-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ തൊട്ട് നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവരുടെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ചില വെല്ലുവിളികൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില പ്രശ്നങ്ങളെ അവർക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എബ്രായർ ബാലന്മാരുടെ ജീവിതത്തിൽ 3 പ്രശ്നങ്ങളാണ് അവിടെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. 3 രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ട്. എബ്രായർ ബാലന്മാരോട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ കുറ്റത്തെ നെബൂഖദ്നേസറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. 1-ാമത്തെ കാര്യം കാണുവാൻ സാധിക്കുന്നു, യഹൂദന്മാർക്ക് ഉയർത്തിയ 3 കുറ്റങ്ങളെയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. 1, അവർ നിന്നെ കൂട്ടാക്കിയില്ല, നിന്റെ ദൈവന്മാരെ സേവിക്കുന്നില്ല, നീ നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുന്നു. സ്തോത്രം.
ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എബ്രായർ ബാലന്മാർക്കെതിരെ 3 കുറ്റത്തെയാണ് നമുക്ക് 3-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവിടെ അതിന്റെ നടുവിലാണ് സ്തോത്രം കുറ്റങ്ങൾ അവർക്കെതിരെ കടന്നു വന്നപ്പോ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവൻ എന്ത് ചെയ്യുന്നു? ഉഗ്ര കോപവും ക്രോധവും പൂണ്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇവർ ദൈവത്തെ അവർ പറയുന്ന അല്ലെങ്കിൽ രാജാവിനെ അനുസരിക്കുന്നില്ല. രാജാവിടെ വാക്യത്തിൽ കാണുവാൻ സാധിക്കും. രാജാവിനെ കൂട്ടാക്കിയില്ല, ദേവന്മാരെ സേവിക്കുന്നില്ല, സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുന്നില്ല. ഈ 3 കുറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കിടക്കുമ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യുന്നു? നെബൂഖദ്നേസറിനെ അവരോട് വ്യക്തമായി പറയുന്നു, ഉഗ്ര കോപവും ക്രോധവും പൂണ്ടു എന്ന് തിരുവചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ സ്തോത്രം, നാം ചിലതിനൊക്കെ കൂട്ടായി നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ ശത്രുമണ്ഡലം അടങ്ങിയിരിക്കത്തില്ല. ശത്രുമണ്ഡലം നമുക്കെതിരായി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. പക്ഷേ അതിന്റെ നടുവിൽ സ്തോത്രം ഹല്ലേലൂയ, അതേ സ്തോത്രം, നാം കർത്താവിന്റെ സന്നിധി ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി അതിനകത്ത് നമുക്ക് വെളിപ്പെടുവാനായിട്ട് കാണുമെന്ന് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നാം ദൈവസന്നിധിയിൽ ഉറച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീരണം. നമുക്കെതിരായി ചിലർ കോപിക്കുമ്പോൾ, നമുക്കെതിരായിട്ട് ചില പ്രശ്നങ്ങൾ ഉയർത്തുമ്പോൾ നാം തളർന്നു പോകുന്നവരായിട്ടല്ല, നാം ക്ഷീണിച്ചു പോകുന്നവരായിട്ടല്ല സ്തോത്രം, നാം ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണമെന്ന് തിരുവചനത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 41-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നിന്നോട് കോപിച്ചിരിക്കുന്ന എല്ലാവരും ലജ്ജിച്ച് അമ്പരന്ന് പോകും. നീ ചില തീരുമാനത്തിനകത്ത് നിൽക്കുകയാണെന്ന് കാണുമ്പോൾ നിന്നോട് കോപിക്കുന്നവർ ഒത്തിരി പേര് കാണും. പക്ഷേ അതിനകത്ത് നിന്ന് കഴിഞ്ഞ പ്രിയ ദൈവ പൈതലെ, നിന്നോട് കോപിക്കുന്നവർ ലജ്ജിച്ച് അമ്പരന്ന് പോകത്തക്ക രീതിയിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി അനുകൂലമായി വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം ഹല്ലേലൂയ. യുദ്ധം നിങ്ങളേതല്ല, ദൈവത്തിൻ്റെതത്രയെന്ന് പഠിപ്പിച്ചതായ കർത്താവ് ഇവിടെ കാണുന്നു. നെബൂഖദ്നേസർ ഉഗ്രകോപവും ക്രോധവും പൂണ്ട് ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെ കൊണ്ടുവരുവാനായിട്ട് കൽപ്പിച്ചു. കോപം കൊണ്ടിട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിനകത്ത് ഒരു അവസരം കൂടെ അവിടെ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ സേവിക്കുവാൻ, ദേവന്മാരെ നമസ്കരിക്കേണ്ടതിനായിട്ട് അവിടെ എന്ത് ചെയ്തു? ഒരു അവസരത്തെ കൂടി അവർക്ക് വേണ്ടി കൊടുക്കേണ്ടതിനായിട്ട് എന്ത് ചെയ്യുന്നു? എബ്രായർ ബാലന്മാരെ കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. നെബൂഖദ്നേസർ അവരോട് കൽപ്പിച്ചത്, ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവേ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുകയോ ഞാൻ നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളത് നേരെ തന്നെയോ? അതെ, പറഞ്ഞവരുടെ വാക്കുകൾക്കകത്ത് നിൽക്കുമ്പോഴും ഇവർ പറഞ്ഞത് ശരി തന്നെയോ എന്ന് ഇവരോട് തന്നെ ചോദിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. എന്നിട്ട് പറഞ്ഞ ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിച്ചത്. ഇപ്പോൾ കാഹളം, കുയൽ, തമ്പുരൊക്കെ ഊതുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ സ്വർണ്ണബിംബത്തെ, ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്ന നന്ന്, നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികത്തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളെ ഇട്ടുകളയും, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? സ്തോത്രം. അവിടെ വലിയധികം ഒരു ചോദ്യവുമായിട്ട് അവരുടെ മുമ്പാകെ കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, പക്ഷേ അവിടെ ആ ബാലന്മാർ ആ വെല്ലുവിളിയുടെ മുമ്പേ ധൈര്യത്തോടെ നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവര് പതറിപ്പോയില്ല, അവര് ക്ഷീണിച്ചു പോയില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതേ സ്തോത്രം, ഹല്ലേലൂയ. അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ചോദ്യം അവിടെ കാണുന്നു, സേവിക്കുന്ന ദൈവത്തിന് തീച്ചുളയിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമോ? അതിന് തെളിയിക്കുവാനായിട്ടുള്ള ഒരു സ്തോത്രം, ഒരു വെല്ലുവിളിയായിരുന്നു. സ്തോത്രം. ഇവർ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. ഇവരെ വിടുവിക്കാൻ ആരെങ്കിലും ഇറങ്ങി വരുമോ എന്ന് തെളിയിക്കുവാനായിട്ടുള്ള ഒരു വെല്ലുവിളിയുടെ അനുഭവം കടന്നു വന്നപ്പോ ഇവർ നിൽക്കേണ്ടടുത്ത് നിൽക്കുവാനായിട്ടിടയെത്തുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോ നിനക്ക് വേണ്ടി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, നിന്നെ തെളിയിക്കുവാനായിട്ട്, നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി ചില വെല്ലുവിളികൾ കടന്നു വരുമ്പോ പ്രിയ ദൈവ പൈതലെ, നീ അതിനകത്ത് പതറിപ്പോകാതെ ദൈവസനിൽ ആശ്രയിച്ച് ദൈവത്തെ അനുസരിച്ചു കൊണ്ട് നീ ഉറച്ചു നിൽക്കുവാൻ
തയ്യാറായ നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ഒരു ഭയവും കൂടാതെ അവരോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിനെ ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്നും വിടുവിക്കും. എന്നിട്ട് അതിൽ അടുത്ത ഒരു ആൻസർ നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദൈവന്മാരെ സേവിക്കല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും എന്നുത്തരം പറഞ്ഞു. പ്രിയ മക്കളെ, പ്രശ്നങ്ങൾ കടന്നു വരും. നാം ചെയ്യുന്ന കാര്യമുണ്ട്. രണ്ടു ബാധയെ ദൈവം എന്തെങ്കിലും പ്രവർത്തിക്കുന്നെന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും. പക്ഷേ ഇവിടെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ദൈവം വിടുവിച്ചാലും വിടുവിച്ചില്ല എങ്കിലും അവർ പറയുന്നു രാജാവിന്റെ ദേവന്മാരെ സേവിക്കത്തില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല. ഇന്ന് ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിൽ വെല്ലുവിളികൾ കടന്നു വരുമ്പോ, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ, അതേ സ്തോത്രം, നമ്മുടെ ദൈവത്തിന്റെ സനി ഉറച്ചു നിൽക്കുവാൻ കഴിയുമോ? ഉറച്ച ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കുവാൻ കഴിയുമോ? അവിടെയാ ശത്രുമണ്ഡലം പരാജയപ്പെടുന്നത്, അവിടെയാ ശത്രുവിന്റെ തല താഴുന്നത്, അവിടെയാ നിന്റെ വീഴ്ച കാണുവാൻ, നിന്റെ പരാജയം കാണുവാൻ, നിന്റെ തോൽവി കാണുവാൻ നിൽക്കുന്നവർ ലജ്ജിച്ച് അമ്പരന്ന് പോകുവാനായിട്ടിടയെത്തുന്നത്. പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കുമ്പോ നീ നിന്റെ ദൈവത്തെ തള്ളിപ്പറയും, നീ അറിഞ്ഞ സത്യത്തെ തള്ളിപ്പറയും, നീ ചിലതിനൊക്കെ വേണ്ടി കോംപ്രമൈസ് ചെയ്യുമെന്ന് പറഞ്ഞ് ശത്രു പല ഉപാധികളുമായി നിന്റെ അടുക്കിൽ പകൽക്കാലം കടന്നു വരുമ്പോ നീ തിരിച്ചറിയണം നീ ആരാണെന്ന്. സ്തോത്രം. നിന്റെ ദൈവം ആരാണെന്ന്, ഹല്ലേലൂയ, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നീ ചിലതിന്റെ മുമ്പിൽ നിന്ന് പ്രതികരിക്കുവാൻ തയ്യാറായ, നീ ചിലതിന്റെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ടിടയായി തീർന്ന. ദൈവം വിടുവിക്കണമെങ്കിൽ വിടുവിക്കട്ടെ, ഇല്ലെങ്കിലും ഈ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്, അതേ സ്തോത്രം, പല ഓഫറുകളും വരുമ്പോ പ്രിയ മക്കളെ അതിനെ മാറ്റി നിർത്തണം. ഹല്ലേലൂയ. ഓഫറിന്റെ പിറകെ പോകുവാനല്ല കർത്താവ് വിളിച്ചത്. സകല ഓഫറുകളെക്കാൾ മറികടന്നത് നിനക്ക് വേണ്ടത് തരാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇവരിത് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നേരത്തെ കോപിച്ചതായ രാജാവിന്റെ മുഖഭാവം ഇവർക്കെതിരെ മാറുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ദേഷ്യപ്പെടുവാൻ, വിഭ്രാന്തി കാണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. രാജാവിന് അവരുടെ നേരെ മുഖഭാവം മാറി ചൂള പതിവായി ചൂട് പിടിപ്പിക്കുന്നതിന് 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുവാനായിട്ട് കൽപ്പിച്ചു. അപ്പൊ മുഖഭാവം പാറി കോപം പൂണ്ടുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ എത്ര ചൂടുണ്ടായിരുന്നു, അതിനേക്കാളും 7 മടങ്ങ്. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, സ്തോത്രം, ഹല്ലേലൂയ, ഈ രാത്രികാലം സ്തോത്രം, ഹല്ലേലൂയ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നാം എടുക്കുന്ന ആ തീരുമാനം എടുക്കുമ്പോൾ ഒരു അല്പ ടൈമിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എരിയുന്ന തീച്ചൂട പോലത്തെ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു എന്ന് തോന്നാം. സ്തോത്രം. പക്ഷേ അതിന് ഒത്തിരി സ്തോത്രം നിന്റെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുവാൻ, എനിക്ക് നിന്റെ മുമ്പിൽ നിന്ന് നിനക്കെതിരെ വാദിക്കുവാനായിട്ട് ദൈവം വിട്ടോട്. ഒരു ഷോർട്ട് പീരീഡ് ആയിരിക്കും, പക്ഷേ അതിനകത്ത് നിനക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ ദൈവകൃപ ദൈവം പകരും. ഹല്ലേലൂയ. നാം ചില തീരുമാനങ്ങളെടുത്ത് ഉറച്ചു നിൽക്കുമ്പോ 4 സൈഡിൽ നിന്ന് നിനക്ക് പ്രതികൂലങ്ങൾ കടന്നു വരും. നിന്നെ അനുകൂലപ്പെട്ട് നിൽക്കുന്നവർ പറയും, ഇവർക്ക് വേണമെങ്കിൽ അതിന്റെ കൂടെ നിൽക്കാമായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ, ആരും നമ്മെ സപ്പോർട്ട് ചെയ്യുവാനില്ലാതെ, ആരും നമ്മെ സഹായിക്കാനായിട്ടില്ലാതെ നമുക്കെതിരെ 4 സൈഡിൽ നിന്ന് പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കും. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവ് പറഞ്ഞു, തീയുടെ 7 മടങ്ങ് വർദ്ധിപ്പിക്കുക. നീ തീരുമാനം എടുക്കുമ്പോ നീ ആ നിമിഷത്തെ അനുഭവിക്കുന്ന പ്രതികൂലത്തേക്കാൾ 7 മടങ്ങ് നിന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ കടന്നു വരാം. പക്ഷേ അതിന് ഒത്തിരി ടൈം നിന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. അതിനെ തകർത്തുകൊണ്ട്, അതിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 7 മടങ്ങ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവരെ ആ തീക്കകത്ത് ഇടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരെ തീക്കകത്ത് കൊണ്ട് പോകിയവർ എന്ത് ചെയ്തു? ഈ തീയുടെ ചൂട് കൊണ്ട് അവർ എന്ത് ചെയ്തു? അഗ്നിച്ചോല അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പ്രിയതേ മക്കളെ,
ആ ഒരു അനുഭവത്തിൽ അത്രത്തോളം തീയുടെ ശക്തി വർദ്ധിച്ചു നിൽക്കുമ്പോഴും സ്തോത്രം ദൈവ പൈതങ്ങളെ ആ തീക്കകത്ത് ദൈവം പ്രൊട്ടക്ഷൻ ചെയ്യുവാനായിട്ടിടയെത്തുന്നു. നിന്നെ പരാജയപ്പെടുത്തുവാൻ, നിന്നിൽ കുറ്റം കാണാതിരിക്കുമ്പോഴും നിന്നെ കുറ്റങ്ങൾ ആരോപപ്പെടുത്തി നിന്നെ തകർത്ത് കളയുവാൻ, നിന്നെ നശിപ്പിച്ച് കളയുവാനായിട്ട്, നിന്റെ പേരിനെ തന്നെ ഇല്ലായ്മ വരുത്തുവാൻ പലതും നിനക്കെതിരായി കടന്നു വരുമ്പോൾ പ്രിയ ദൈവ പൈതലെ, ഒരു കേടും പറ്റാതവണ്ണം നിന്നെ സൂക്ഷിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ തകർക്കുവാൻ നോക്കുന്നവർ നശിച്ചു പോകുമ്പോഴും സ്തോത്രം നിനക്കൊന്നും പറ്റാതവണ്ണം ഉടയവന്റെ കരത്തിൽ വഹിക്കും. കാരണം എന്താ? ഇതാ ഞാൻ നിന്നെ ഉള്ളം കരത്തിൽ വഹിച്ചിരിക്കുന്നു എന്നറിയിച്ചത് കർത്താവ്. നീ ദൈവത്തിന്റെ ഉള്ളം കരത്തിലായിരിക്കുന്നത്. ഒരു തീക്കും നിന്നെ ദഹിപ്പിക്കാൻ കഴിയില്ല. നീ തീ കൂടി നടക്കും, ഹല്ലേലൂയ, കടക്കും, പക്ഷെ വെന്തു പോകില്ല. അഗ്നിചോല നിന്നെ ദഹിപ്പിക്കില്ല. തീ പോലെ ആയിരിക്കുന്ന, അഗ്നി പോലെ ആയിരിക്കുന്ന, പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന ദൈവ പൈതലെ, ആ തീക്കോ അഗ്നിക്കോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ തൊടാൻ കഴിയാത്തവണ നിനക്കു ചുറ്റും തീ മതിലായിരിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്റെ മേൽ ചലിക്കുക. സ്തോത്രം. ഈ ലോകത്തിലെ തീ നിന്റെ മേലായിരിക്കുമോ? തീയായിരിക്കുന്നവൻ, അഗ്നിചോലയ്ക്കൊത്തുള്ള കണ്ണുള്ളവൻ, ഹല്ലേലൂയ, അതെ നിനക്കു ചുറ്റും തീ മതിലായിരിക്കും. സ്തോത്ര, ഹല്ലേലൂയ, അതെ ദൈവ പൈതന് ചുറ്റും തീ മതിലായിരുന്നു കാക്കുന്ന ആ തീയെ മറികടന്ന് നിന്റെ ശരീരത്തെ ഈ ലോകമിടുന്ന പ്രതികൂലം തൊടാൻ ദൈവം അനുവദിച്ചു കൊടുക്കില്ല. ആ തീന്റെ മേലുകുരുകി മാറുന്നത് പോലെ നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രതികൂലങ്ങൾ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ഈ പകൽക്കാലം ഉരുകി മാറുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഞാൻ നിനക്ക് മുമ്പായി ദഹിപ്പിക്കുന്ന അഗ്നിയായി കടന്നു പോകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. ചിലതിനെയൊക്കെ ദഹിപ്പിച്ചു കളയും. ഈ പൽക്കാലം വിശ്വസിക്കുക. നിന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഹല്ലേലൂയ, നിന്നെ തകർത്തു കളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങളെ എന്റെ സ്വർഗ്ഗത്തിലെ ദൈവ നിനക്ക് മുമ്പായി കടന്നു പോയി, ഹല്ലേലൂയ, അതെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കുന്ന ദൈവ ചിലതിനെ ദഹിപ്പിക്കുവാനായിട്ടിടയത്തരും. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പ്രിയ ദൈവമക്കളെ, സ്തോത്രങ്ങൾ ഏറ്റവും അധികം ചിന്തിക്കേണ്ട ആരാണ് ഇവരെ സ്തോത്ര തീക്കകത്തിടുവാൻ പറഞ്ഞത്, 7 മടങ്ങ് വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി പറഞ്ഞത്. സ്തോത്രം. അവരുടെ ജീവിതത്തിനകത്ത് തന്നെ ഈ എബ്രായ ബാലന്മാരുടെ വിടുതൽ കാണുവാൻ എന്റെ ദൈവം ഇടയാക്കി. സ്തോത്രം. ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഇവർ തീരുമാനത്തിൽ നിന്നപ്പോ ഇവരെന്ത് ചെയ്തു? ഉഗ്രകോപം, ക്രോധവും പൂണ്ട രാജാവ്. രണ്ടാമത് കാണുവാൻ സാധിക്കുന്നു, വീണ്ടും ഇവർ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയെത്തുന്നു, കോപം മുഴുത്തതായ രാജാവ്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഇവരെ വിടിവിക്കുവാൻ ദൈവപുത്രന് തുല്യനായവൻ ഇറങ്ങി വന്നു എന്നത് കാണുവാനായിട്ട് ഇടയായി തീർന്നപ്പോ ഭ്രമിച്ചു, വേഗത്തിൽ എഴുന്നേറ്റു എന്ന് കാണുവാൻ സാധിക്കുന്നു. നിന്നെ തകർക്കുന്നവർ ഭ്രമിച്ചു പോകുന്ന പകൽക്കാലം അത്രേ. ഈ പകൽക്കാലം വിശ്വസിക്ക, നീ ഈ പ്രശ്നത്തിനകത്ത് തകർന്നു പോകും എന്ന്, അതിന്റെ മൂർച്ച എത്രത്തോളം ആണ് എന്ന് കണ്ട് സന്തോഷിക്കാൻ നിൽക്കുന്നവർ അമ്പരന്ന് പോകത്തക്ക രീതിയിൽ, ഭ്രമിച്ചു പോകത്തക്ക രീതിയിൽ, നിന്നെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയത്തക്ക രീതിയിൽ എന്റെ സ്വർഗ്ഗത്തിലെ ദൈവം ഈ പകൽക്കാലം റൂട്ടിനെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു വേഗത്തിൽ എഴുന്നേറ്റു. മന്ത്രിമാരോട്, 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ സത്യം തന്നെ എന്ന് രാജാവിനോട് പറഞ്ഞു. അതിനവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു തീ നടക്കുന്നത് ഞാൻ കാണുന്നു. നിന്റെ വിടുതൽ കാണുന്നത്, നിന്നെ തകർക്കാൻ നോക്കിയവർ, നിനക്കെതിരെ രേഖ എഴുതിയത്, നിനക്കെതിരെ പ്രതികൂലത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിച്ചവരുടെ കണ്ണിലായിരിക്കും നിന്റെ മേലയക്കുന്ന വിടുതലിനെ ദൈവം കാണിപ്പിക്കുന്നത്. ഈ പൽക്കല വിശ്വസിക്കുക. ഹല്ലേലൂയ. അവർ കാണും ആദ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയൊക്കെ പ്രതികൂലങ്ങൾ വന്നിട്ടും അവർ കർത്താവിന്റെ സനി ഉറച്ചു നിന്നത് മുഖാന്തരം ദൈവം അവരെ വിടുവിച്ചു എന്ന്, ഹല്ലേലൂയ, അവരെ വിടുവിക്കുവാനായിട്ട് ദൈവം ഇറങ്ങിയെന്ന് അവരുടെ നാവ് കൊണ്ട് ദൈവം തമ്പുരാൻ പറയിപ്പിക്കും. അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ടു ഭ്രമിച്ചു പോകത്തക്ക രീതി ദൈവം ചിലതിനെ കാണിക്കും. ഇതാ എന്റെ സർവശക്തനായ ദൈവം, നാം ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകത. ചില സമയം നിനക്കെതിരെ കോപങ്ങൾ കടന്നു വരാം. അതേ, നിന്നെ കണ്ട് സ്തോത്രം, നിനക്കെതിരെ പരിഭ്രമങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ദൈവ പൈതൽ
പൈതലെ നീ ഉറച്ചു നിൽക്ക. ഹല്ലേലൂയ. ചില ഭ്രമിച്ചു പോകത്തക്ക രീതി ചില ദൈവ പ്രവർത്തികൾ, ഹല്ലേലൂയ, അതെ, ചില ഭ്രമിച്ച് നശിച്ചു പോകത്തക്ക രീതി ദൈവം ചില പ്രവർത്തികളെ ഉറച്ചു നിൽക്കുന്ന ദൈവ പൈതലിന് വേണ്ടി എന്റെ സ്വർഗത്തിൽ ദൈവം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം, അവർ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അതേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു. അതിനവർ 4 പുരുഷന്മാർ കെട്ടയഞ്ഞു തീ നടക്കുന്നു ഞാൻ കാണുന്നു. അവർക്കൊരു കേടും തട്ടിയില്ല. 4ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് തുല്യനായിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. അതേ സ്തോത്രം, നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ദൈവൻ ആരെന്ന് അവിടെ കടന്നു വന്ന ചോദ്യത്തിന്റെ മുമ്പാകെ ആ നെബൂഖദ്നേസർ രാജാവ് തന്നെ പറയുന്നു, ദൈവപുത്രനോട് തുല്യനായവൻ. ഹല്ലേലൂയ. ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു. ഓ ജീസസ്, ഹല്ലേലൂയ. പ്രിയതേ മക്കളെ, നമ്മുടെ ദൈവം ആരാണെന്ന് തെളിയിക്കും. ഹല്ലേലൂയ. നീ പ്രതിസന്ധിയുടെ നടുവിൽ പതറിപ്പോകാതെ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിന്നെ വിടിയിപ്പാൻ കഴിയുന്ന ദൈവം ആരാണെന്ന് എന്റെ സ്വർഗത്തിലെ ദൈവം തെളിയിക്കുവാനായിട്ടിടയായിത്തീരും. വേദന വർദ്ധിച്ചെന്നിരിക്കാം, തീച്ചൂളയുടെ അനുഭവം കൂടിയെന്നിരിക്കാം. പക്ഷേ നീ അതിനകത്ത് പതറിപ്പോകണ്ട. നീ അതിനകത്ത് ഉറച്ചു നിന്ന നിന്നെ വിടിയിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവം തെളിയിക്കുവാനായിട്ടിടയത്തിനോ. അതിന്റെ 27ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു. പ്രധാന ദേശാധിപന്മാരും അവരും എല്ലാവരും ഇവനക്കെതിരെ കുറ്റം പറഞ്ഞ് അവരെല്ലാവരും കടന്നു വന്നു. ഇവരെ ദൈവം വിടുവിച്ചു. അവർ പറയുന്നൊരു കാര്യമുണ്ട്, പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കത്തിക്കരിയാതെയും കാൽച്ചൊട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരിക്കുന്നത് കണ്ടത്. പ്രിയ ദൈവ പൈതലേ സ്തോത്രം, നിനക്ക് ഒന്നും പറ്റാൻ ദൈവം അനുവദിക്കത്തില്ല. പുറത്ത് നിൽക്കുന്നവരൊക്കെ തോന്നും ഇതിനകത്ത് തീന്നു, ഞാൻ ഒരുക്കിയ കെണിയിൽ അവർ വീണു. സ്തോത്രം. പക്ഷെ മനുഷ്യർ ഒരുക്കുന്ന കെണിക്കകത്ത് നിന്ന് സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നെ മറയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവപുത്രൻ തുല്യനായവനെ ദൈവം ഇറക്കും. ഹല്ലേലൂയ. അതിനോട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നെബൂഖദ്നേസർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സദ്രക്കിന്റെ മേശക്കിന്റെ അഭേന്ദ്ര ഗോവിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ. അതേ സ്തോത്രം, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാനായിട്ട് ആരുണ്ടെന്ന് ചോദിച്ച വെല്ലുവിളിയുടെ നടുവിൽ ഹല്ലേലൂയ ഇവരുടെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. തീക്കകത്തിടാതെ വണ്ണം നിന്നെ വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിയമത്തെ മാറ്റുവാൻ കഴിയുന്ന ഒരു ദൈവം. പക്ഷേ ചിലതൊക്കെ ദൈവം നിന്റെ മുമ്പിൽ അനുവദിക്കുന്നത് നിന്നെ അതിനകത്തുനിന്ന് വിടിവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി എത്രേ. പ്രിയ കുഞ്ഞെ, നീ പതറിപ്പോകരുതേ. പ്രതികൂലങ്ങളുടെ ആഴങ്ങൾ വർദ്ധിക്കുമ്പോൾ സ്തോത്ര, ഹല്ലേലൂയ, നിന്നെ കൈവിട്ട് കളയാതെ നിന്റെ കൂടെ ഇരുന്നു കൊണ്ട് അതേ സ്തോത്രം ഈ വിധത്തിൽ വിടിവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല. ഹല്ലേലൂയ. നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് തുല്യമായ, നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് സ്തോത്രം സമമായി പറയുവാൻ ഹല്ലേലൂയ മറ്റാരുമില്ല എന്ന് പറയുന്ന വിധത്തിൽ സ്തോത്രം ദൈവം തമ്പുരാൻ ചിലതിനെ മാറ്റുവാനായിട്ടിടയായിത്തീരും. കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. ദൈവത്തെ സേവിക്കുകയും നമസ്കരിക്കുകയോ ചെയ്യാതെ വണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ സ്വദൂതനെ അയച്ചു വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഇത് പറയുന്നത് ആരാ? അല്ലെ, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആരെന്ന് ചോദിച്ച വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പറയുന്നുണ്ട്, സ്വദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നു വല്ലോ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്നെക്കെതിരായി എഴുതി വച്ചവർ തന്നെ, നിന്നെ പ്രതിസന്ധിയിലേക്ക് ഇട്ടവർ തന്നെ പറയും അവരെ ദൈവം വിടുവിച്ചു എന്ന്. അതെ, അവരുടെ കണ്ണുകൊണ്ട് കാണും. അവരൊരു സാക്ഷ്യം പറയുവാനായിട്ടിടയായിത്തീരും. ദൈവം തന്റെ സ്വദൂതനെ അയച്ച് വിടുവിക്കുന്ന ദൈവമത്രേ. അടുത്ത് പറയുന്നു, ഈ വിധത്തിൽ വിടുവിക്കുവാൻ കഴിയുന്ന മറ്റൊരു ദൈവവുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞ് അവിടെ തീരുമാനത്തെ മാറ്റുന്ന ഒരു കാര്യം കാണുവാൻ സാധിക്കുന്നു. സ്വർണ്ണബിംബത്തെ ആരാധിക്കണം, രാജാവ് നിർത്തുന്ന ദൈവന്മാരെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നെബൂഖദ്നേസറിന്റെയും അല്ലെ സദ്രക്കിന്റെ മേശക്കിന്റെ ദൈവത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്ന് അവിടെ എന്ത് ചെയ്യുന്നു, അവിടെ കൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, അല്പസമയം തീ
തീയുടെ ശക്തി കൂടിയെന്നിരിക്കാം, തീച്ചൂളയുടെ ആഴം വർദ്ധിച്ചെന്നിരിക്കാം. പക്ഷേ അതിനകത്ത് നീ ഒന്ന് ഉറച്ചു നിൽക്കുവാൻ, നീ ചില ഉറച്ച തീരുമാനങ്ങൾക്ക് സ്തോത്രം നിൽക്കുവാൻ തയ്യാറായ നമ്മുടെ ദൈവത്തെ പോലെ വിടുവിക്കാൻ കഴിയുന്ന മറ്റൊരു ദൈവമില്ല എന്ന് പറയത്തക്ക രീതി ദൈവം ചിലതിനെ മാറ്റുവാനായിട്ട് ഇടയെത്തിരും. നമ്മുടെ ദൈവത്തിന്റെ നാമം ഉയർത്തപ്പെടുവാനായിട്ട് ഇടയെത്തിരും. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, പ്രതികൂലങ്ങൾ വർദ്ധിച്ചെന്നിരിക്കാം സ്തോത്ര, ഹല്ലേലൂയ. ചില ഓപ്ഷനുകൾ നിന്റെ മുമ്പിൽ കൊണ്ടുവച്ചെന്നിരിക്കാം സ്തോത്ര. പക്ഷേ അതിനകത്ത് നീ പതറിപ്പോകാതെ നീ ചില തീരുമാനങ്ങളുടെ അകത്ത് ഉറച്ചു നിൽക്കാൻ തയ്യാറാക്കുക. ആ പ്രതിസന്ധിയുടെ നടുവിൽ നീ എങ്ങനെ തീരുമാനമെടുക്കുന്നു അതിനകത്ത് ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. നീ ചാഞ്ചലിച്ചു പോകുവാനല്ല, നീ ഒരു സെക്കൻഡ് ഓപ്ഷൻ വയ്ക്കുവാനല്ല. അതേ സ്തോത്രം, ബാലന്മാർ പറഞ്ഞതുപോലെ ഈ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും അല്ല എങ്കിലും സ്തോത്ര രാജാവ് നിർത്തിയ സ്തോത്ര രാജാവിന്റെ ദൈവന്മാരെ സേവിക്കുകയോ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ ഞങ്ങളെ നമസ്കരിക്കുകയോ ചെയ്യുകയില്ല. ഇത് അവരടുത്ത് ഉറച്ച തീരുമാനം. പ്രതിസന്ധിയുടെ നടുവിൽ ചില ഉറച്ച തീരുമാനങ്ങൾ ഈ പകൽക്കാലം എടുക്കാമോ? സ്തോത്രം. നിന്നെ സഹായിക്കാമെന്ന് പറയുന്നവർ ഒത്തിരി പേര് കാണുമായിരിക്കാം, നിനക്ക് വേണ്ടി പലതും ചെയ്തു തരാമെന്ന് പറയുന്നവർ പലതും കാണുമായിരിക്കാം. നീ ദൈവത്തിൽ നിന്ന് ഒന്ന് അല്പം മാറി നിന്നാ മതി എന്ന് പറഞ്ഞ് ചിലർക്ക് കടന്നു വരുമ്പോ ചില ഉറച്ച തീരുമാനങ്ങൾ എടുക്കാമോ? നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് അവരുടെ മധ്യത്വത്തിന്റെ ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയത്തിരും. പ്രതിസന്ധിയുടെ ആഴം ചിലപ്പോ ഹല്ലേലൂയ നമുക്ക് തന്നെ ആ തീരുമാനം എടുത്തു വരുമ്പോൾ വിചാരിച്ചിരിക്കാം, അയ്യോ ഇങ്ങനെ തീരുമാനം എടുക്കേണ്ടെന്ന് പ്രശ്നം മൂർച്ഛിച്ചല്ലോ. പക്ഷേ തീരുമാനമെടുത്ത് നീ കടന്നു വരുമ്പോ നിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ആ നിമിഷം മുതൽ സ്വദൂതനെ അയക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ തനിച്ചു വിടുകയല്ല. ആ പ്രതിസന്ധിയുടെ നടുവിൽ നീ എങ്ങനെ തീരുമാനമെടുക്കുന്നു അതനുസരിച്ച് സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയക്കും. സ്തോത്രം. പിന്നെ നീ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ദൈവം അനുവദിച്ചു കൊടുക്കല. നിനക്കെതിരായി കടന്നു വരുന്ന സകല വൈരികളെ ദഹിപ്പിക്കേണ്ടതിനായിട്ട്, നിനക്കെതിരായി കടന്നു വരുന്ന സകല പ്രതികൂലങ്ങളെ തകർക്കേണ്ടതിനായിട്ട്, നിനക്കെതിരായി എഴുതി വച്ചിരിക്കുന്ന സകല നിയമങ്ങളെ മാറ്റേണ്ടതിനായിട്ട്, ചിലതിനെ കരിച്ചു കളയേണ്ടതിനായിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അങ്ങനെ ഇന്ന് പ്രതിസന്ധി നിന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം. അതിന്റെ നടുവിൽ ഈ പകൽക്കാലം നിന്റെ ടൈമാ, നിന്റെ വിടുതന്റെ ടൈമാ. നീ എങ്ങനെ തീരുമാനമെടുക്കുന്നു? അങ്ങനെ തീരുമാനമെടുക്കുമ്പോ ഒരു ഉറച്ച ദൈവം, ഈ ദൈവത്തെ അല്ലാതെ ഞാൻ സേവിക്കത്തില്ല എന്നുള്ള ചില ഉറച്ച തീരുമാനങ്ങൾ നീ എടുക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഈ പൽക്കാലം ചില വിടുതലുകൾ നീ കാണും. പ്രതിസന്ധി നിന്നെ തൊടാൻ ദൈവം അനുവദിക്കാത്തവണ, പ്രതിസന്ധിയുടെ ആഴം വർദ്ധിക്കുമ്പോഴും അതിന്റെ കേട് പോലും നിനക്ക് പറ്റുവാതവണ നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, നിനക്ക് ചുറ്റും തീ മതിലായിരിക്കുന്ന ദൈവം. ആ തീയെ മറികടന്ന് ഈ ലോകത്തിൽ ഒരു പ്രതിസന്ധിക്കകത്ത് കടക്കാൻ, പ്രതിസന്ധി നിന്റെ അടുക്കിലേക്ക് വരാൻ കഴിയില്ല. നിന്റെ അടുക്കിലേക്ക് വരുമ്പോ നിനക്ക് ചുറ്റും തീ മതിലായിരിക്കുന്ന ആ തീ ദഹിപ്പിച്ച് കളയും ചില വിഷയങ്ങളെ. ആ വിഷയത്തിന്റെ ആഴം നീ അറിയത്തില്ല, പക്ഷെ നീ ആ തീക്കകത്ത് നീ ഫ്രീഡം അനുഭവിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ശത്രു നിന്റെ മുമ്പാകെ വെല്ലുവിളിക്കുമ്പോ നീ അതിന്റെ നടുവിൽ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ എന്റെ സ്വർഗത്തിലെ ദൈവം തന്റെ ദൂതനെ അയച്ച് വിടുവിക്കും. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കുക. ഉറച്ച തീരുമാനം എടുക്ക. കർത്താവിന്റെ സന്നിധിയിൽ നിൽക്ക. സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ നിന്നെ വിടുവിച്ച്, നിന്റെ ദൈവം മാത്രമാണ് സർവശക്തന ദൈവമെന്നും ദൈവം മാത്രമാണ് വാഴ്ത്തപ്പെട്ടവനെന്നും അതേ എന്റെ ദൈവം തെളിച്ച് പുറത്തെടുക്കുവാനായിട്ട് ഇടയായിത്തരും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ പതറിപ്പോകുകയല്ല, ആ വെല്ലുവിളിയുടെ മധ്യത്തിൽ ഉറച്ച ചില തീരുമാനങ്ങൾ എടുക്കുവാൻ, അപ്രകാരം ഈ പകൽക്കാലം ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് വേണ്ടി ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം സ്വദൂതനെ അയക്കണം. കർത്താവേ, തീയുടെ ശക്തിയെ ശയിപ്പിച്ചു കളയുന്ന അതേ സ്തോത്ര വാക്കുകളുടെ മൂർച്ചകളെ ശമിപ്പിച്ചു കളയുന്ന, ഇവർക്കെതിരായി ഒരുക്കുന്ന സകല കെണികളിൽ നിന്ന് മറയ്ക്കുന്ന ദൈവത്തിന്റെ കരം ഒരു കേടും പറ്റിയില്ല എന്ന് പറയത്തക്ക രീതിയിൽ ചിലതിനകത്തുനിന്ന് ഇവര് പുറത്തു വരട്ടെ. ഇവരുടെ ദൈവത്തെ പോലെ, ഇവരെ വിടുവിക്കുവാൻ കഴിയുന്ന ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല എന്ന് ചിലർ പറയുക, ചിലർ കാണുവാൻ, ചിലർ കേൾക്കുവാൻ തക്കവണ എന്റെ ദൈവം തമ്പുരാന്റെ നാമത്തെ മഹത്വപ്പെടുത്തത്തക്ക രീതിയിൽ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തെ ദൈവജനത്തിന്റെ മധ്യത്തിൽ ഈ പൽക്കാലം വിടുതൽ സംഭവിക്കും.
സംഭവിക്കട്ടെ, ഇവര് സ്വാതന്ത്ര്യം അനുഭവിക്കട്ടെ, ഇവര് വിടുതൽ അനുഭവിക്കട്ടെ, ഇവര് ചിലതിനകത്ത് ഉറച്ചു നിൽക്കട്ടെ. കർത്താവേ, വെല്ലുവിളികൾ യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മുമ്പിൽ നിന്ന് മാറട്ടെ. ചില ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ, കർത്താവിൽ ആശ്രയിച്ചു നിൽക്കുവാൻ ദൈവം തന്റെ ജനത്തെ ഒരുക്കട്ടെ. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേ, ആമേ, ആമേ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.